പരിശുദ്ധ അമ്മയെ കൂടാതെ യേശുവിൻ്റെ തിരുമുഖം ധ്യാനിക്കുക അസാധ്യമാണ്. ഏവരെയും ആവേ മരിയ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇളകിമറിയുന്ന അലക്കടലിൽ സർവപ്രതീക്ഷയും നഷ്ടപ്പെട്ട പോർച്ചുഗീസ് സൈന്യം ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇത് ചരിത്രത്തിൻ്റെ ശേഷിപ്പാണ്. മരിയാംബികയോട് പ്രാർത്ഥിക്കുന്ന നമുക്ക് സംരക്ഷണത്തിന് ചിറകിൽ അവൾ അഭയം നൽകും. ഈ ഗാനത്തിൻ്റെ ഈരടികൾ വഴി മരിയാംബികയുടെ സംരക്ഷണ ശക്തിയിലേക്ക് നമുക്കും ഓളിയിട്ട് ഇറങ്ങാം. അമ്മയോട് പ്രാർത്ഥിക്കാം. ഹൃദയം നിറവോടിയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാംബികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ഭൂമിയിൽ എളിയവരായി ജീവിച്ച് സ്വർഗം സ്വപ്നം കണ്ട് സ്വർഗത്തിൽ ഭവനം പണിയാൻ ഞങ്ങളുടെ കരം പിടിച്ച് അമ്മയെ ഞങ്ങളെ മുന്നോട്ട് നയിച്ചാലും പൂങ്കാവനമേ വ്രതമേറ്റവിൻ അടിയാട്ടിനേ പൂങ്കാവനമേ മൃതമേറ്റവിൻ അടിയാട്ടിനേ ഉപനേശുവിൻ പ്രിയയായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ. മിഴിപോർത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപനേ. മിഴിപോർത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപനേ. മരിയാംബികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. യേശുവിനെ വെളിച്ചം വീശുവാൻ ഭൂമിയിൽ ഞങ്ങൾക്ക് ജന്മം നൽകിയ പരിശുദ്ധ അമ്മേ, എന്നും ഞങ്ങൾക്ക് കാവലായി ഉണ്ടാകണമേ. മന്നതൻ പൊൻപാത്രമേ കൺമുന്നിലേ ഉഷതാരമേ. വിൺമന്നതൻ പൊൻപാത്രമേ കൺമുന്നിലേ ഉഷതാരമേ. കർത്താവിന് പ്രിയദാസിനി ഈ ദാസിതൻ പ്രിയമാദനേ. കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തിഞ്ചോരും സ്വർഗീയ കനിനേ. കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തിഞ്ചോരും സ്വർഗീയ കനിനേ. മരിയാംബികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാ
സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, അവിടുത്തെ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അങ്ങ് ഞങ്ങളുടെ കൂടെയായിരുന്നു കൊണ്ട് ഞങ്ങളെ നയിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് അരുളി ചെയ്തല്ലോ കർത്താവേ. ഈശോയെ, അവിടുത്തെ അമ്മയെ ഞങ്ങൾക്ക് സമ്മാനമായി നൽകി. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മയോടൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സ്നേഹ വചസ്സുകൾ ഞങ്ങൾ ധ്യാനിക്കട്ടെ. പരിശുദ്ധ മാതാവേ, തിരുവചനം ഹൃദയത്തിലും ഉദരത്തിലും ഏറ്റുവാങ്ങിയ അമ്മയുടെ സ്നേഹമാധ്യസ്ഥ്യം ഞങ്ങൾ തേടുന്നു. അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അവർ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിനത്തെ യാത്രയാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ അവർ ഒത്തുകൂടി. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് ഈശോയുടെ മരണത്തിന് ശേഷം തങ്ങളുടെ ഗുരു പിടിക്കപ്പെട്ട് പീഡനമേറ്റ് കുരിശിൽ മരിക്കുന്നത് വിദൂരതയിൽ നിന്ന് കാണുവാൻ, അല്ലെങ്കിൽ അത് അറിയുവാനൊക്കെ ആഗ്രഹിച്ച് എവിടെയൊക്കെയോ ചിന്നിച്ചിതറിപ്പോയ ശിഷ്യഗണങ്ങളെ, തൻ്റെ തിരുപുത്രൻ്റെ ശിഷ്യഗണങ്ങളെ, അരുമ ശിഷ്യരെ ഒരുമിച്ച് ചേർക്കുന്ന ഒരമ്മ. ശ്രദ്ധേയമാണ്. ഭയത്തിലും ഹൃദയനൊമ്പരത്തിലൊക്കെ, ലജ്ജയിലും നാണക്കേടിൻ്റെ ആ പ്രതികൂലതയിലൊക്കെ തളർന്ന് വിദൂരയിൽ അകന്നുപോയ ആ ശിഷ്യഗണങ്ങളെ അമ്മ ഒരുമിച്ച് ചേർക്കുകയാണ്. അങ്ങനെ സെഹിയോൻ മാളികയിൽ പരിശുദ്ധ മറിയത്തോടൊപ്പം അവർ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധേയമായി നമ്മൾ കാണുന്നു, അവർ ഏക മനസ്സോടെയാണ് പ്രാർത്ഥിക്കുക. ഏക മനസ്സോടെ. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം നാം കാണുന്നു. എന്താണത്? തൻ്റെ പ്രിയപുത്രൻ്റെ അരുമ ശിഷ്യർ ഗുരുനാഥൻ പിടിക്കപ്പെട്ടപ്പോൾ അവർ ഭയാശങ്ക നിറഞ്ഞ ജീവിതവുമായി ചിന്നിച്ചിതറി ഓടുകയാണ്. അവർ പേടിത്തൊണ്ടന്മാരായി എവിടെയൊക്കെയോ വിദൂരതകളിലേക്ക് മായുകയാണ്. അവർ പോയി ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെയോ അലയുന്നു. എന്നാൽ നാം എന്താണ് കാണുന്നത്? പരിശുദ്ധ അമ്മയോടൊപ്പം അവർ സെഹിയോനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഈ ഭീതി നിറഞ്ഞ അരുമ ശിഷ്യരെ ഒരുമിച്ച് ചേർത്ത് ശക്തി പകരുവാൻ ഉണർവോടെ ഹൃദയം തുറക്കുകയാണ്. അമ്മയോടൊപ്പം അവർ ഒന്നു ചേരുമ്പോൾ അവരുടെ മനസ്സ് ഏക മനസ്സായി മാറുകയാണ്. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽ തന്നെ ഒരു പക്ഷേ വിഭിന്നമായി ചിന്തിക്കുന്നവർ, ഹൃദയത്തിൽ വിദ്വേഷം, വെറുപ്പ്, വഞ്ചന, പക ഇതൊക്കെ നിറച്ച് വിരാജിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ അമ്മയുടെ സഹായം തേടുന്ന ഉചിതമാണ്. പരിശുദ്ധ അമ്മയുടെ നിത്യസഹായനാഥയുടെ ആ സഹായം തേടുമ്പോൾ, അമ്മയെ വിളിക്കുമ്പോൾ, അമ്മയോടൊപ്പം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഏക മനസ്സായി മാറുന്നു ജീവിതങ്ങൾ. ഏക മനസ്സായി മാറുന്നു. ഇവിടെ ഈ സെഹിയോനിൽ ഇതാ അവർ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിറയുന്നത്. ആ ഭീരുക്കളായ ശിഷ്യഗണങ്ങളെ ധീരന്മാരാക്കി മാറ്റുന്ന പരിശുദ്ധാത്മ ചൈതന്യം അഗ്നിനാളങ്ങളായി അവരുടെ ജീവിതങ്ങളെ ഊർജം നൽകി അവരിൽ നിറഞ്ഞു നിൽക്കുന്നു പരിശുദ്ധാത്മാവ്. പിന്നെ നമ്മൾ എന്താ കാണുന്നത്? ഈ ഭീരുക്കൾ ധീരരായി മാറുകയാണ്. അവർ സ്ഥൈര്യവും ധൈര്യവും നിറഞ്ഞ് രക്ഷകനായ യേശുവിൻ്റെ ശക്തമായ നാമം പ്രഘോഷിക്കുകയാണ്. ആകാശത്തിന് കീഴെ മാനവരക്ഷയ്ക്ക് ഒരേ ഒരു നാമം, അത് യേശുനാമമാണെന്ന് സധൈര്യം പ്രഘോഷിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ അവരെ ഒരുക്കിയവൾ പരിശുദ്ധ അമ്മയാണ്.
പ്രിയമുള്ളവരെ, തിരുസഭയുടെ രാജ്ഞിയായി അമ്മയെ നമ്മൾ കാണുകയാണ്. ഈ അമ്മ തിരുസഭയുടെ രാജ്ഞിയാണ്. ഓർക്കണം, തിരുസഭയുടെ മക്കളായ നമ്മൾ, സത്യസഭയുടെ മക്കളായ നമ്മൾ ഈ അമ്മയെ ചേർന്ന് പുൽകണം, അമ്മയിൽ അഭയം പ്രാപിക്കണം. അങ്ങനെയെങ്കിൽ നല്ല സഭാ സന്താനങ്ങളായി നമുക്ക് മാറാൻ പറ്റും. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരല്ലോ ക്രിസ്ത്യാനി. അവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം, സത്യദൈവത്തിന് സാക്ഷ്യം വഹിക്കണം. സത്യദൈവപുത്രൻ്റെ തിരുവചന സാക്ഷ്യം നൽകി മുന്നേറുവാൻ അവർക്കാകണമെങ്കിൽ പരിശുദ്ധ മാതാവിനെ മുറുകെ പിടിക്കണം. അമ്മ പഠിപ്പിക്കും, അമ്മ വളർത്തും, അമ്മ നയിക്കും, അമ്മ ഭരിക്കും. അപ്പോൾ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ പിന്നെ ക്രിസ്തീയ ജീവിതം യഥാർത്ഥ സാക്ഷി ജീവിതമായി മാറുകയാണ്. അവിടെ സ്ഥൈര്യവും ധൈര്യവും ലഭ്യമാവുകയാണ്. ചൂടും ചൂരും പകരുവാൻ അമ്മ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയുടെ ധന്യത? പ്രിയമുള്ളവരെ, സഭയെന്ന് പറയുമ്പോൾ, സത്യസഭയെന്ന് പറയുമ്പോൾ അത് ചുമ്മാ ഒരു നിസ്സാരമായ കാര്യമല്ല. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയാണ്. നമ്മൾ കാണുന്നില്ലേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ ഒരു ഉൾപ്പൊരുൾ ലഭ്യമാകും. തിരുസഭയെക്കുറിച്ചുള്ള ഒരു വിചിന്തനം, തിരുസഭയെക്കുറിച്ചുള്ള ഒരു നിദർശനം ഒളിഞ്ഞു കിടക്കുകയാണ്. ആ വചനഭാഗത്ത് ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ ഒരു വലിയ വ്യാഖ്യാന ചിന്ത അതിൽ നിന്ന് നമുക്ക് സ്വരൂപിച്ചെടുക്കാം. അത് ഇപ്രകാരമാണ്. അവിടെ എന്താ കാണുക? കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഇതിൻ്റെ ഉൾപ്പൊരുളുകൾ ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അവരാർക്ക് തുല്യനാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് വന്ന് പലരും പറയും, എങ്ങനെ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, മരിച്ചവർക്ക് ജീവൻ നൽകി, വലിയ രോഗം സുഖപ്പെടുത്തി. കർത്താവ് പറയും, ഇതുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ പോവുകയല്ല. കുറേ കാര്യങ്ങൾ ചെയ്യുന്നതല്ല സഭാത്മകതയുടെ ജീവിതം, അത് ദൈവഹിതം നിറവേറ്റുന്നവരാ. എങ്ങനെ? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് വിവേകമതിയായ മനുഷ്യന് തുല്യനാ. വിവേകത്തോടെ തിരിച്ചറിയണം. കുറേ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, കുറേ രോഗസൗഖ്യങ്ങൾ, അത് വേണ്ടെന്നല്ല, വേണം. പക്ഷേ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകണം. കുറേ അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടി അതാണ് സഭാത്മകതയുടെ നിറവെന്നോ അതാണ് ആത്മീയതയെന്ന് കരുതുന്നില്ല. മറിച്ച് വിവേകമുണ്ടാകണം. ആ വിവേകി എങ്ങനെയാണ് ഈശോ വിളിക്കുന്നത്? അത് പാറമേൽ ഭവനം പണിത വിവേകമതിക്ക് തുല്യൻ. കണ്ടോ, മനുഷ്യൻ പാറമേലാ ഭവനം പണിതത്. പ്രിയമുള്ളവരെ, മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു, കാറ്റാഞ്ഞു വീശുന്നു, അത് വീണില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഒരു ഉൾപ്പൊരുൾ നമുക്ക് ചിന്തിക്കാം. എന്താണെന്നറിയാമോ? കത്തോലിക്ക സഭയുടെ ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റും ഇവിടെ. 2018 വർഷങ്ങൾ, എത്രയോ വർഷങ്ങളായി ഏകവും പരിശുദ്ധവും ശ്രൈകവും സാർവത്രികവുമായ സഭ പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. ഈ സത്യസഭയ്ക്കെതിരെ, ഈ കത്തോലിക്ക സഭയ്ക്കെതിരെ, ഈ ദൈവത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈ മുന്നേറ്റത്തെ, ഈ സഭാത്മക
എത്രമാത്രം പേമാരി പെയ്തു, എത്രമാത്രം അതിനെതിരെയുള്ള പീഡനങ്ങളുണ്ടായി. എന്താ കാറ്റും പേമാരിയും? സഭയ്ക്കെതിരെ ആക്രോശങ്ങൾ, ആക്രമണങ്ങൾ, സഭയ്ക്കെതിരെ കുപ്രചരണങ്ങൾ, എന്തുമാത്രം കാറ്റും മഴയും ഉണ്ടായി. വീണോ? വീണില്ല, വീഴിയേല. വെറുതെ മണൽപ്പുറത്ത് പണിത ഒന്ന് ഊതിയാൽ പറന്നു പോകുന്നതല്ലല്ലോ തിരുസഭ. അത് പരിശുദ്ധാത്മാവിൽ സ്ഥാപിതമായതാ, കർത്താവ് സ്ഥാപിച്ചതാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ഈ തിരുസഭയുടെ രാജ്ഞിയായ അമ്മ പഠിപ്പിക്കുകയാണ് കത്തോലിക്ക സഭയുടെ ധന്യത. എവിടെയെങ്കിലും ഒരു നിസ്സാര സംഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ നോക്കിയിട്ട് എല്ലാം തീർന്നു എന്ന് പറയുന്നതല്ല സഭാത്മകത. ഈ പരിശുദ്ധമായ സഭ, എന്തുകൊണ്ടാണ് സഭയെ പരിശുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നത്? അത് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് കൊണ്ടാണ്. അവിടെ പ്രിയമുള്ളവർ, ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സഭയെ നയിക്കുന്നത്? എങ്ങനെയാണ് നയിക്കുന്നത്? ഒരുപാട് കുപ്രചരണങ്ങളും പ്രതികൂലതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിശുദ്ധാത്മാവ് നയിക്കുക. എങ്ങനെയാ? വെറും ഏഴകളും പാപികളുമായ ജീവിതങ്ങളിലൂടെയാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ പാപികളിലൂടെയാ. നമുക്കറിയാമല്ലോ, നമുക്കറിയാം മനുഷ്യർ പാപത്തിൽ നിറഞ്ഞവരാ. പാപം, വിവിധ പാപങ്ങളിലും വിവിധ ബലഹീനതകളും നിറഞ്ഞതാ ജീവിതം. പ്രിയമുള്ളവരെ, അവരിലൂടെയാണ് ദൈവം ഇത് നയിക്കുന്നത്, കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, നമ്മുടെ മനസ്സ് സമചിത്തതയാൽ ഉണർന്നിരിക്കണം. ഈ സഭയിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ വ്രണങ്ങളും വിള്ളലുകളും ബലഹീനതകളുടെ പ്രതിഫലനങ്ങളും കാണുമ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോയി എന്ന് പറയരുത്. ഇവരെന്താ ഈ കാണിക്കുന്നത്? ചിലപ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, ചില വൈദിക തലങ്ങളിലോ ചില സന്യസ്ത തലങ്ങളിലൊക്കെ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഒരിക്കലും നമ്മൾ അത് കണ്ട് വൈദികനെ വിധിക്കാനോ സന്യസ്തയെ പഴിക്കാനോ അവർക്ക് കല്ലെറിയാനോ തുനിയരുത് പ്രിയമുള്ളവരെ. കാരണം എന്താണെന്നറിയാമോ? എല്ലാ മനുഷ്യരും ബലഹീനരല്ലേ? എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നാം എന്താ തിരിച്ചറിയേണ്ടത്? കർത്താവേ, അത് എൻ്റെ കുറവാ, എൻ്റെ വീഴ്ചയാണ് തമ്പുരാനെ, ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ടുള്ള കുഴപ്പമാണെന്ന് ഞാൻ എന്നിലേക്ക് തിരിഞ്ഞ് എളിമയോടെ ചിന്തിക്കണം. ഒരിക്കലും പ്രിയമുള്ളവരെ, ഒരു വൈദികനിൽ ചെന്നെത്തുന്നതോ അല്ലെങ്കിൽ ഒരു സന്യസ്തയിൽ ചെന്നെത്തുന്നതോ അല്ലെങ്കിൽ ഒരു പ്രഘോഷകൻ്റെ വീഴ്ച, ഇതൊന്നുമല്ല. അതൊക്കെ സ്വാഭാവികമാണ്. ചില കുറവുകളുടെയും ന്യൂനതകളുടെയും ശൂന്യതകളുടെയും ഒക്കെ പ്രതിഫലനങ്ങൾ. അപ്പോൾ നമ്മളെന്താ തിരിച്ചറിയേണ്ടത്? വ്യക്തികളിലേക്ക് നോക്കിയോ പ്രശ്നങ്ങളിലേക്ക് നോക്കിയോ സംഭവങ്ങളിലേക്ക് നോക്കിയോ നമ്മൾ തളരരുത്. നമ്മൾ കർത്താവിലേക്ക് നോക്കണം, പരിശുദ്ധാത്മാവിൽ നോക്കണം, അങ്ങനെ മുന്നേറണം. ഇനി നമുക്കറിയാമല്ലോ, വിവേകമില്ലാത്തവൻ്റെ പ്രശ്നം എന്താ? അവൻ മണൽപ്പുറത്ത് ഭവനം പണിയും, അവിടെ കൂട്ടായ്മ, ഇവിടെ കൂട്ടായ്മ. സത്യസഭയിൽ നിന്നും വിട്ടകന്നുള്ള പ്രയാണം എന്തു സംഭവിക്കുന്നു? മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാകും, കാറ്റൂതും, അതും മണൽ ഭവനങ്ങളിൽ ആഞ്ഞടിക്കും, അത് വീണു പോകും. കാരണം അത് പാറയിലല്ല സ്ഥാപിതം, മണലിലല്ല സ്ഥാപിതം. നമുക്ക് തിരിച്ചറിയാം, സത്യസഭ, ഏകവും പരിശുദ്ധവും സൈകവും സാർവത്രികവുമായ ഈ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അതിന് എന്തു കുറവുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നോക്കിക്കൊള്ളും. നമ്മളാരെയും വിധിക്കേണ്ട, നമ്മളാരെയും കുറ്റം പറയേണ്ട. ഒരു വൈദികനെയോ ഒരു മെത്രാനെയോ ഒരു സന്യസ്തയെയോ കുറ്റം പറഞ്ഞോ വിധിച്ചോ അല്ല നാം സഭയുടെ കുഞ്ഞാകേണ്ടത്. മറിച്ച് എളിമയോടെ പ്രാർത്ഥിക്കണം. സഭയുടെ സന്താനമായ ഞാൻ, എൻ്റെ കർത്താവേ, എൻ്റെ കുറവുകളും എൻ്റെ അശുദ്ധിയും എൻ്റെ ന്യൂനതയുമാണ് സഭയിൽ ഓരോ പ്രശ്നവും ഉണ്ടാകാൻ കാരണമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ചെറുതാകാം. പ്രിയമുള്ളവരെ, നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ, തിരുസഭയുടെ രാജ്ഞി, അതെ, ഭയത്തിലും അവിശ്വാസത്തിലും തളർന്നു പോയ ശിഷ്യഗണങ്ങളെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിച്ച ആ ധന്യതയിലേക്ക് നമ്മുടെ ജീവിതങ്ങളും ചേർത്ത് വയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, നല്ല മാതാവേ, അമ്മ സെഹിയോൻ മാളികയിൽ അപ്പസ്തോല ഗണങ്ങളെ ചേർത്തിരുത്തി ധൈര്യവും സ്ഥൈര്യവും പകരുവാൻ ഹൃദയമൊരുക്കിയില്ലേ? പ്രാർത്ഥനയിൽ ചേർത്ത് പിടിച്ചില്ലേ? അമ്മേ, ഞങ്ങളും ശൂന്യരാണമ്മേ, ഞങ്ങളും ബലഹീനരാണമ്മേ. ഞങ്ങളുടെ കുറവുകളിൽ നിറവ് പകരുവാൻ, പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകുവാൻ അമ്മ പ്രാർത്ഥിക്കണേ. തിരുസഭയുടെ രാജ്ഞി കൂട്ടായിരിക്കണമേ. ആമേൻ.
പരിശുദ്ധയമ്മ ഈശോയിലേക്കുള്ള കുറുക്കു വഴിയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകം മുതൽ അവസാനം വരെ ലോകത്തെ നിരീശ്വരവാദം പതുക്കെ പിടിയിലമർത്തിക്കൊണ്ടിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ റഷ്യയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ഫാത്തിമയിലെ 3 ഇടയക്കുട്ടികളെയാണ്. അവരോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, പ്രിയ കുഞ്ഞുങ്ങളെ, നിരന്തരം നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അന്നു മുതൽ ശക്തമായി ജപമാല വഴിയായി റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. വർഷങ്ങൾ പിന്നിട്ടു. ഇന്ന് റഷ്യയിൽ നിരീശ്വരവാദം മറനീക്കി വിശ്വാസ വളർച്ചയുടെ ഉൾത്തള്ളലാണ് നടക്കുന്നത്. നിരീശ്വരവാദം തകർത്തെറിയാൻ ദൈവം തിരഞ്ഞെടുത്തത് 3 കുട്ടികളെയാണ്. പരിശുദ്ധ അമ്മ നൽകിയ വജ്രായുധമായ ജപമാല കൈകളിലേന്തി നമുക്കും ഉണ്ണീശോയെ കൈകളിലേന്തി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ലോകത്തിനു വേണ്ടി, നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ഈ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ ധ്യാനാത്മകമായി പോവുകയും ചെയ്യാം. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, സ്തുതി സാഗരത്തിലൂടെ മാലാഖമാരുടെ കൂട്ടുകാരായി ജീവിക്കാൻ, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് പോകാൻ ഞങ്ങൾക്കായി അമ്മേ നിരന്തരം പ്രാർത്ഥിക്കണമേ. പുഷ്പങ്ങൾ വിടരും ഇന്ദുന
മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. നല്ല അമ്മേ മാതാവേ, ദൈവസ്നേഹത്തിൽ വളർന്ന് അനുഗ്രഹമായി തീരാൻ, അനേകർക്ക് വേണ്ടി ബാധ്യസ്ഥ വഹിക്കാൻ എൻ്റെ അകതാരിനെ അമ്മ ഉണർത്തേണമേ. അകതാരിലേകും ആത്മസുഗന്ധം സ്നേഹത്തിലൊന്നായ ബന്ധം. അകതാരിലേകും ആത്മസുഗന്ധം സ്നേഹത്തിലൊന്നായി ബന്ധം. മാനവർക്കെന്നും മാധ്യസ്ഥമേകി സഹരക്ഷകയായി നിൽക്കും. മാനവർക്കെന്നും മാധ്യസ്ഥമേകി സഹരക്ഷകയായി നിൽക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനും ഇരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ചൂട് അനുഭവിച്ചുകൊണ്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എന്നെ പൂർണ്ണമായും ഈശോയുടേതാക്കി മാറ്റണമേ. ചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എന്നെ പൂർണ്ണമായും ഈശോയുടേതാക്കി മാറ്റണമേ. ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എന്നെ പൂർണ്ണമായും ഈശോയുടേതാക്കി മാറ്റണമേ.